ഇന്നത്തെ വിഭവമാണ് കേട്ടോ, നാടൻ വിഭവം. മുതിരയും ചക്കക്കുരും കൂടി ഒരു വറുത്തരച്ച കറി കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതാദ്യം ഈ ചക്കക്കുരുവൊക്കെ നന്നാക്കി വെക്കട്ടെ. ഈ മുതിര മിക്സിയിലിട്ടിട്ട്, വറുത്ത മുതിര കേട്ടത്, ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെക്കട്ടെ കേട്ടോ. ഇത് കാണാം. ചക്കക്കുരും ഈ മുതിരയും കൂടി ഇതിൽ വേവിച്ചെടുക്കാം കേട്ടോ. എന്താണെന്നറിയാം, നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട്, മുതിരയ്ക്ക് വലിയ വേവൊന്നുമില്ല, പൊടിച്ചെടുത്തതാണ്. പക്ഷേ പൊടി കുറച്ച് പൊടിഞ്ഞു പോയത്, അപ്പോൾ അതുകൊണ്ട് ഇതിലിട്ട് വേവിക്കുന്നില്ല. ചക്കക്കുരു വേവിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നന്നായിട്ട് പൊടിയേണ്ട കാര്യമല്ല കേട്ടോ. ഞാനിന്ന് പൊടിച്ചപ്പോൾ 2 മിനിറ്റ് ഗൗരിക്കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേനും 1 സെക്കൻഡ് അപ്പോഴേക്ക് മുതിര പൊടിഞ്ഞു. ഒന്നിങ്ങനെ കടിക്കാൻ വേണം. അപ്പം ഇങ്ങനെ തന്നെ വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുണ്ടാവില്ല. അപ്പം ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു നാടൻ വിഭവമാണ് കേട്ടോ. പിന്നെ പുതിയത് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ മക്കളെ. ലൈക്ക് തീരല്ല, കാണുന്ന ആൾക്കാർ പോലും ലൈക്ക് അടിക്കുന്നില്ല. ആയിക്കോട്ടെ, അത് വെന്ത് വരട്ടെ. നമുക്ക് 1 കിലോ തേങ്ങ വറക്കാം. തേങ്ങയും ഉള്ളി കരിവേപ്പില കേട്ടോ. കുറച്ച് കറി ഉണ്ടാക്കണുള്ളേ, അതാണ് കുറേശ്ശെ ഇട്ടൊക്കെ. 2 മണി ജീരകം, നന്നായിട്ട് വരച്ചെടുക്കട്ടെ. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് തേങ്ങയൊക്കെ കൂട്ടിയെടുത്തോണ്ട് കേട്ടോ. അംഗങ്ങൾ കൂടുതലുള്ള വീടുകൾക്ക് കുറച്ച് തേങ്ങ കൂടുതലൊക്കെ വേണ്ടി വരും. എല്ലാ സാധനവും കൂടുതൽ വേണ്ടി വരും. വരച്ചിട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ചക്കക്കുരു വേവിച്ച് ചട്ടിയിലേക്ക് വന്നു. ഇനി ചട്ടി കിടന്ന് അതൊന്ന് വേവട്ടെ കേട്ടോ. വെന്തിട്ടുണ്ട് നല്ലോണം. എനിക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. ഇതിൽ കുറേ മല്ലിപ്പൊടി ഇട്ടാൽ വല്ലാതെ കുത്തിപ്പോവും. പിന്നെ കുറച്ച് എരിവ് മതി ഇവിടെ. അപ്പോൾ അതിനാലെ കൊണ്ട് കുറച്ച് എരിവ്. പിന്നെ ഉപ്പ്. ഒന്നാണ് കുത്തി അടച്ചെടുക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ വറുത്ത് പൊടിച്ച് വെച്ച മുതിര പൊടിഞ്ഞു പോയിട്ട് അതിങ്ങനെ പൊടിയരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുഴപ്പമൊന്നുമില്ല. ഈ മുതിരക്കറി നല്ല ഇഷ്ടമാട്ടോ. വല്ലാത്തൊരു ഇതിങ്ങനെ പൊടിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കൊഴുപ്പേ. അല്ലെങ്കിൽ നമുക്കിത് ഇത്ര കൊഴുപ്പുണ്ടാവില്ല. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ ഈ മുതിര പൊടിയാവുകൊണ്ട് പെട്ടെന്ന് വേവും. അല്ലെങ്കിൽ ഒരു ഇത്തിരി നേരം നമുക്ക് ഇടണം. പണ്ടൊക്കെ ഉരലിലിട്ട് കുത്തി ചതച്ചിട്ടാട്ടത് ഉണ്ടാക്കുക. അതിപ്പോൾ പാകത്തെ പൊടിച്ചിലൊക്കെ ആയിട്ട് വരും. ഇത് വേട്ടെ. 2 മുരിങ്ങേൻ്റെ ഇലയും കൂടി ഇട്ടാണല്ലോ, അതിലേറെ ടേസ്റ്റാട്ടത്. മുരിങ്ങയും മുതിരയും വെക്കാനും നല്ലതാണ്. തിളയ്ക്കട്ടെ. അത് വേകുമ്പോഴത്തേന് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇതാ വെന്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ വരട്ടോ. ഇത് ഒന്നിങ്ങനെ കറക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാനേ ഈ മുതിര പാടുള്ളൂ. ഇതിൻ്റെതൊന്ന് കാര്യം പൊടിഞ്ഞു പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് കളയാൻ പറ്റില്ലല്ലോ. അതിനെക്കൊണ്ട് ഞാൻ ഇതന്നെ വെച്ചതാണ്. അടിപൊളി ടേസ്റ്റാട്ടത്. മുതിരേൻ്റെ ആ ചോഴ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വറവിടാം. നമ്മത് വാങ്ങിക്കട്ടെ. എന്നിട്ട് ഉള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഉള്ളി അരിഞ്ഞിട്ടതാണ്. മാത്രം വേസ്റ്റാക്കണ്ടല്ലോ. കരിവേപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്താണെന്നറിയോ? ഈ ചോറും കറിയും കഴിക്കുമ്പോൾ പപ്പടം, ഉണക്കമീനും. പച്ചമീനും നല്ല ടേസ്റ്റ്. പപ്പടം ഉണക്കമീനുമാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പപ്പടം മാത്രമായാലും നല്ല ടേസ്റ്റാണ്. നല്ല കൊണ്ടാട്ടം എന്തെങ്കിലും ആയാലും മതി. കൈപ്പങ്ങയോ ചക്കയോ പൂളയോ എന്തെങ്കിലും കുറച്ച് കൊണ്ടാട്ടനായാലും മതി. നല്ല ടേസ്റ്റാട്ടോ. അതിങ്ങനെ കഴിമുറി ഇത് വാരി ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഒഴിക്കട്ടോ. നമ്മുടെ ചക്കക്കുരു മുതിരി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ.